അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഉളുഹിയ്യത്ത് എന്നുള്ളത് മുഅക്കദായ സുന്നത്തായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയുകയും അത് ചെയ്തു കാണിക്കുകയും അതിൽ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ മഹത്വങ്ങൾ ഒരുപാട് പറയുകയും ചെയ്തിട്ടുണ്ട്, നാം അറിഞ്ഞവരാണ്. എന്നാൽ ഉളുഹിയ്യത്തിന്റെ ഏത് മൃഗമാണ് കൊടുക്കേണ്ടത്? ഉളുഹിയ്യത്തിന്റെ മൃഗം ഏതാണ്? ആട്, മാട്, ഒട്ടകം. മാട് എന്ന് പറഞ്ഞാൽ പശു, അതിന്റെ ഇനങ്ങൾ. ആട്, പശു, ഒട്ടകം, അതിന്റെ ഏത് ഇനവും ആവും. ആടായാൽ രണ്ട് വിധം ആടുണ്ട്. നെയ്യാട് എന്ന് പറഞ്ഞിട്ട് ഒരാടുണ്ട്, അത് 1 വർഷമാവണം. മറ്റൊന്ന് കോലാടാണ്, അത് 2 വർഷമാവണം. പശുവാണെങ്കിൽ അതെനിക്ക് 2 വർഷമാവണം. ഒട്ടകമാണെങ്കിൽ 5 വർഷം തികയണം. ഇങ്ങനെയാണ് അതിന്റെ പ്രായ കണക്ക്. ഉളുഹിയ്യത്ത് കൊടുക്കുന്ന മൃഗം നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, തടിയിൽ ഒരു കുറവുകൾ ഇല്ലാത്തതായിരിക്കണം. ഈ പറയപ്പെടുന്ന ഞാൻ ഇനി പറയാൻ പോകുന്നത് ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാല് പൊളിഞ്ഞതിനെയോ അങ്ങനത്തെ മൃഗത്തിന് അറുത്ത് കൊടുത്താൽ അത് സ്വഹിയാവുകയില്ല. അപ്പൊ ഉളുഹിയ്യത്തിന് പറ്റാത്ത ചില മൃഗങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, അതായത് മെലിഞ്ഞത്, വെറും മെലിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇറച്ചിയൊന്നും കാണാതെ ഇങ്ങനെ ഉണങ്ങിപ്പോയ പോലെയുള്ള അങ്ങനെയുള്ള മൃഗങ്ങൾ ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. മറ്റൊന്ന് പറയുന്നത് മുടന്തുള്ളത്, കാലിൽ മുടന്തുള്ളത്, നടക്കാൻ പറ്റാത്ത മുടന്തുള്ളത്, പൊളിഞ്ഞതോ മുടന്തുള്ളതുമായ മൃഗം. അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തതോ ഒരു കണ്ണില്ലാത്തതോ ആയ, അത് ഒറ്റ കണ്ണ് ഉള്ളത്, അല്ലെങ്കിൽ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തത്, അങ്ങനെയുള്ളതും ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. അതുപോലെ തന്നെ ശരീരത്തിന് തളർവാദമുള്ളത്, അതായത് ഏതെങ്കിലും അവയവം ഇങ്ങനെ ജീവനില്ലാത്ത പോലെ ഒഴിഞ്ഞാടിയ അങ്ങനെയുള്ള അവസ്ഥയുള്ള മൃഗം പറ്റുകയില്ല. അതുപോലെ തന്നെ രോഗമുള്ളതും പറ്റുകയില്ല. അതുപോലെ തന്നെ ചൊറിയുള്ളത്, പുണ്ണുള്ളത്, ചൊറിയുള്ളത്, അതുപോലത്തത് പറ്റുകയില്ല. അതുപോലെ തന്നെ ഗർഭിണിയായ ഇതിനെയും ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. അതുപോലെ തന്നെ അടുത്ത് പ്രസവിച്ചത്, ചെറിയ കുഞ്ഞുണ്ട്, കുറച്ച് ദിവസമായിട്ട് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിന് ഉമ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള അടുത്ത് പ്രസവിച്ചതാണ്. അപ്പൊ പ്രസവിച്ച ഉമ്മയും എലിഞ്ഞിട്ടുണ്ടാവും, ഇറച്ചിയെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതും ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. അപ്പോ ഗർഭിണിയായതോ അതുപോലെ പ്രസവം അടുത്തതോ ആയ മൃഗം പറ്റുകയില്ല. അതുപോലെ തന്നെ ചെവിയോ വാലോ നാക്കോ അകിടോ അത് ഏതെങ്കിലും ഒന്ന് മുറിക്കപ്പെട്ടത്, അതിന് ചെവി കഷ്ണം മുറിക്കപ്പെട്ടു പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ വാല് അല്പം മുറിച്ച് കളയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നാവ് കുറച്ച് മുറിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അകിട്, അതുപോലെ തന്നെ വായിൽ ഒരു പല്ലും ഇല്ലാത്ത, പല്ലെല്ലാം പൊയിഞ്ഞു പോയത്, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഉളുഹിയ്യത്തിന് പറ്റുകയില്ല. അപ്പൊ ആടാണെങ്കിൽ ഒരാൾക്ക് 1 എന്ന നിലയ്ക്ക്, പശു ഒട്ടകമാണെങ്കിൽ ഒന്നിൽ 7 ആൾക്ക് ഭാഗമാകാം. ഒരു പശുവിൽ 7 ആളോ 6 ആളോ 5 ആളോ, അപ്പൊ 7-നേക്കാൾ താഴെ, 7 മാക്സിമം ഒരു ഒട്ടകത്തിലോ പശുവിലോ 7 ആൾക്ക് ഷെയർ ആവാം. ആടാണെങ്കിൽ ഒരാൾക്ക് 1 എന്ന നിലക്കാണ് ഉള്ളത്. അപ്പൊ നല്ലത് ഈ ഉളുഹിയ്യത്തിൽ എന്താണ് 1-ാം സ്ഥാനത്ത് എടുക്കുന്നത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് 1-ാം സ്ഥാനത്ത് എടുക്കുന്നത് 7 ആടുകളെ അറുക്കലാണ്. 1-ാം സ്ഥാനത്ത് എടുക്കുന്നത് അങ്ങനെ. 2-ാം സ്ഥാനത്ത് എടുക്കുന്നത് ഒട്ടകമാണ്. 3-ാം സ്ഥാനത്ത് പശുവാണ്. 4-ാം സ്ഥാനത്ത് എടുക്കുന്നത് നെയ്യാടാണ്. 5-ല് കോലാടാണ്. പിന്നെ ഒരു ഒട്ടകത്തിൽ 7-ൽ ഒരു ഭാഗം കൂടുക. പിന്നെ ഒരു സ്ഥാനം പശുവിൽ 7-ൽ ഒരു ഭാഗം കൂടുക എന്നുള്ളതാണ് അതിന്റെ സ്ഥാനം. അപ്പൊ 1-ാം സ്ഥാനത്ത് എടുക്കുന്നതാണ് 7 ആടിനെ അറുക്കുക എന്നുള്ളതാണ്. അതാണ് സബോ ഷിയായിൻ, 7 ആടുകൾ അറുക്കുക. അപ്പോ ആടാകുമ്പോൾ വെളുത്ത കൊമ്പുള്ള നല്ല തടിച്ച ആണായത്, കുട്ടനായത്, ഭംഗിയുള്ളത്, അതാണ് ഏറ്റവും 1-ാം സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ നല്ല മൃഗത്തിനെ അറുത്തുകൊണ്ട് ആഖിറത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
അപ്പോൾ ഏഴാളുകളാണ് മാക്സിമം പറഞ്ഞത്. ഒരു ഒട്ടകമോ അല്ലെങ്കിൽ പശുവോ മൂരിയോ അതിൽ ഏഴാൾക്ക് ഭാഗവത്താകാം. അപ്പൊ ഏഴാള് ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാള് ഉദയത്ത് കൊടുത്താൽ മതിയാവില്ല, ബാക്കിയുള്ള ആൾക്കാരെല്ലാം അതിനെ തിന്നാൽ മതിയാവുകയില്ല. ഉദയത്തിന്റെ ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരല്പമെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് ഉദയത്താവുകയില്ല. ചില ആളുകൾ അങ്ങനെയുണ്ട്, വലിയ പോത്തിറക്കും, അതിന്റെ ഇറച്ചിയെല്ലാം സ്വന്തത്തിന് വെക്കും. അങ്ങനെയല്ല വേണ്ടത്. എല്ലാം കൊടുത്തുകൊണ്ട് ഒരു അല്പത്തിന് ബറക്കത്തിന് വേണ്ടി, സുന്നത്തായ ഉപയോഗത്താണെങ്കിൽ അല്പം ബറക്കത്തിന് വേണ്ടി എടുത്ത് ബാക്കിയെല്ലാം സ്വതക്ക കൊടുക്കലാണ് വേണ്ടത്. അല്ലാതെ എല്ലാം സ്വന്തത്തിന് വെച്ച് 10 കിലോ അയച്ചിട്ടുണ്ട്, അതിൽ 9 കിലോ സ്വന്തത്തിന് വെച്ച് 1 കിലോ കൊടുത്ത് ഉപയോഗത്താകും. പക്ഷെ അതിൽ കൂലി നമുക്ക് കുറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ കുറച്ചെടുത്തുകൊണ്ട് മുഴുവനും സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി ഫർളായ അല്ലെങ്കിൽ നേർച്ചയാകപ്പെട്ട ഉപയോഗത്താണെങ്കിൽ മുഴുവനും കൊടുക്കണം. ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്വന്തത്തിനെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗത്തുമായിട്ടുള്ള സംശയങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ മറുപടി പറയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ധാരാളം ജീവിതത്തിൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.